ഗസയിൽ കനത്ത മഴയിലും കാറ്റിലും 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 14 മരണം. കെട്ടിടം തകർന്നാണ് 8 പേർ മരിച്ചത്. 52 പേരെ രക്ഷപ്പെടുത്തി. 100 കണക്കിന് ടെന്റുകളിൽ വെള്ളം കയറിയതിനാൽ ആയിരങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. മഴയ്ക്കൊപ്പം തുടരുന്ന അതിശൈത്യം കാരണം കഴിഞ്ഞ ദിവസം 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നു. 24 മണിക്കൂറിനിടെ 27,000 ടെന്റുകളാണ് തകർന്നതെന്ന് ഗസ സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ഗസയിലേക്ക് എത്രയും വേഗം താൽക്കാലിക താമസ സൌകര്യവും മറ്റ് സഹായങ്ങളും ഉറപ്പാക്കണമെന്ന് യുഎനും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സഹായം വിലക്കി വംശഹത്യാ പദ്ധതി തുടരുകയാണെന്നും മധ്യസ്ഥ രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഹമാസ് നിർദ്ദേശിച്ചു. ഗസ വെടിനിർത്തൽ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ദുബൈയിൽ MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഗസയിൽ ദുരിതമൊഴിയുന്നില്ല. നിരവധി ആളുകൾ ഈ മഴയത്ത് കനത്ത മഴയിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങൾ? എന്തെങ്കിലും അവശ്യ വസ്തുക്കളൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ടോ? അവിടുത്തെ വലിയ തോതിലുള്ള ദുരിതത്തെയാണ് ഗസ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന അപായ മുന്നറിയിപ്പുകൾ ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു അത്യാഹിതത്തിലേക്ക് ഇനി നീങ്ങുകയില്ല കാലാവസ്ഥ എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 14 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായി തന്നെ ഗസ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 3 കുട്ടികളും ഉൾപ്പെടും. അതിശൈത്യം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെന്റുകളോ ഫലപ്രദമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കാരണം വലിയ തോതിലുള്ള ഒരു ദുരിതത്തിലൂടെയാണ് ഈ ജനത മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ UN അഭയാർത്ഥി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 8 ലക്ഷം പേരെങ്കിലും ഇത് നേരിട്ട് തന്നെ ഈ പ്രകൃതിക്ഷോഭം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് താൽക്കാലിക ടെന്റ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ പുതപ്പുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന എല്ലാ സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിക്കണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വളരെ ഉദാസീനമായിട്ടുള്ള നടപടികളാണ് തുടരുന്നത്. കാരണം റഫാ അതിർത്തി ഇപ്പോൾ പോലും അടഞ്ഞു കിടക്കുകയാണ്. ആ റഫാ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ കൂടുതൽ ട്രക്കുകൾ ഈ ഭാഗത്തേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 27,000 ടെന്റുകളാണ് പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. ആ ടെന്റുകൾ കഴിഞ്ഞിരുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ ഈ കൊടും ശൈത്യത്തിന്റെ അവസ്ഥയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പ്രതിരോധ കവചം ഒരുക്കണമെങ്കിൽ, അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അതിന് ഉപകരണങ്ങളും ടെന്റുകളും പുതപ്പുകളും മറ്റ് സംവിധാനങ്ങളും ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് നൽകിയിരുന്നു. പക്ഷേ അതിനോടും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോലും ട്രക്കുകളെ കയറ്റിവിടുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും വിലക്കുകളും തുടരുകയാണ്. ഇത് തുടരുകയാണെങ്കിൽ ഗസയിലെ 8 ലക്ഷം പേരെങ്കിലും ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്തർദേശീയ സന്നദ്ധ സംഘടനകളും UN ഏജൻസികളും നൽകുന്നത്. അമൃത, ഈ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നാസർ? ഏതെങ്കിലും തരത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടോ? എന്തെങ്കിലും രാജ്യങ്ങൾ അതിനെ മധ്യസ്ഥതയുമായി മുന്നോട്ട് വരുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു അപ്ഡേഷൻ? അവിടുത്തെ ഇന്നലെ രാത്രി തന്നെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി തന്നെ അമേരിക്ക മുന്നോട്ട് പോകും. മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് അതിന്റെ മറ്റു വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ മാസം 29-നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വൈറ്റ് ഹൗസിൽ എത്തുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതും. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലുമായി അതോടൊപ്പം തന്നെ മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇപ്പോൾ ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കാരണം 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ യുദ്ധാനന്തര ഗസയിൽ ഒരു പുതിയ സർക്കാർ സംവിധാനം വരണമെന്നും അതോടൊപ്പം തന്നെ അന്തർദേശീയ സൈന്യത്തെ ഗസയിൽ വിന്യസിക്കണമെന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണവും ഇതിൽ ചർച്ചയാവുന്നുണ്ട്. ഹമാസ് നേതൃത്വം ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് ഈ 20-ന് ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച പദ്ധതിയോട് തങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. ആ പദ്ധതി നടപ്പാക്കണമെങ്കിൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. അല്ലെങ്കിൽ അന്തർദേശീയ സമൂഹം അതിന് ഉറപ്പ് നൽകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഗസയിൽ നിന്നുള്ള പിന്മാറ്റം തന്നെയാണ്. അക്കാര്യത്തിൽ ഇനിയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പുതുതായി വിന്യസിക്കുന്ന അന്തർദേശീയ സേനയുടെ നിയോഗം എന്തായിരിക്കും, അവരുടെ ചുമതലകൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ
വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കളും മറ്റും വിലക്കുകളില്ലാതെ എത്തിക്കണം. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അത്തരമൊരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരികയാണെങ്കിൽ ആ സേനയ്ക്ക് സ്വാഭാവികമായി തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാൻ ഒരുക്കമാണ് എന്നുകൂടി ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെയും ഈ 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിലായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ രാജ്യത്തിന്റെ നിലപാട് അറിയിക്കുക. അതിനോട് അമേരിക്ക ഏത് സമീപനം സ്വീകരിക്കും, മധ്യസ്ഥ രാജ്യങ്ങൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതായിരിക്കും ഈ ഒരു രണ്ടാം ഘട്ട ചർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത്. അമൃത. നാസർ, അതുപോലെ തന്നെ ഇനി അറിയേണ്ടത് ഗസയിലേക്ക് സഹായ വസ്തുക്കളൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വലിയ ദുരിതത്തിലാണ് അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴ, അതുപോലെ തന്നെ കടുത്ത മഞ്ഞ്, ഇതൊക്കെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ വിഷയത്തിൽ? ഇതിൽ ഏറ്റവും പ്രധാനം ഒക്ടോബർ 10-ന് ഇത്തരമൊരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എങ്കിൽ പോലും ആ പിന്നിട്ട് 2 മാസത്തിലധികം ഒരു സമയം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ പോലും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുക, ഈ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് സാധാരണ ഫലസ്തീനികളെ കൊന്നൊടുക്കുക, അങ്ങനെ 370-ലധികം പേരെ ഇതിനകത്ത് തന്നെ കൊലപ്പെടുത്തി 1000-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലും ഈ ഡ്രോൺ ആക്രമണമൊക്കെ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് നിത്യവും 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് എത്തിക്കും, അതിന് റഫാ അതിർത്തി തുറക്കുമെന്നൊക്കെ ഈ കരാറിന്റെ വളരെ കൃത്യമായി തന്നെ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതാണ്. മധ്യസ്ഥ രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും ഒക്കെ അതിന് സാക്ഷികളായിട്ട് ഒപ്പിട്ടതാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇതുവരെയും നടപ്പാക്കാൻ, റഫാ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം പോലും ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. വേണമെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്തുള്ള അതിർത്തി തുറക്കാം, ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം, പക്ഷെ അവർക്ക് മടങ്ങി വരാനുള്ള ഒരു അനുമതിയും നൽകുകയില്ല എന്ന വളരെ ധാർഷ്ട്യം കലർന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഗസയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ 600 ട്രക്കുകൾ പോയിട്ട് അതിന്റെ 4/1 ട്രക്കുകൾ പോലും ഇപ്പോൾ പോലും അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 കൊല്ലം നീണ്ട വംശഹത്യക്ക് പിന്നാലെ വന്ന ഈ പ്രകൃതിക്ഷോഭം കൂടി ആയതോടുകൂടി ജനതയുടെ അവസ്ഥ എന്നത് ദുരിതപൂർണമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഫലസ്തീൻ ജനത ഇപ്പോൾ എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. അന്തർദേശീയ സമൂഹം ഈ മുറവിളികളൊക്കെ നടത്തിയിട്ടും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ ദുരിതത്തിന് ഒരു സാന്ത്വനം പകരാനുള്ള നീക്കങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് കൂടുതൽ പുതപ്പുകളും താൽക്കാലിക വസതികളും ഒരുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും ഉണ്ടാകുന്നില്ല. അന്തർദേശീയ സമൂഹവും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാതെ കേവലം പ്രതികരണങ്ങളും പ്രസ്താവനകളിലും മാത്രമായി തങ്ങളുടെ ചുമതല പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ദുരിതാശ്വാസ പ്രവൃത്തികളിൽ സൗദിയെ പ്രശംസിച്ച UN സെക്രട്ടറി ജനറൽ. മാനുഷിക സേവനങ്ങളും ഉദാര മനസ്കതയും പൊതുസമൂഹത്തിന് മികച്ച സന്ദേശം കൈമാറാൻ സാധിച്ചുവെന്ന് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിയാദിലെ കിങ് സൽമാൻ ദുരിതാശ്വാസ സഹായ കേന്ദ്രം അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ആഗോളതലത്തിൽ തന്നെ മാതൃകയായ പ്രവൃത്തികളാണ് സൗദിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു. റിയാദിലും കിഴക്കൻ പ്രവിശ്യകളിലെ വിവിധയിടങ്ങളിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട്. സൗദിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ടായ വ്യാപക മഴയ്ക്കുശേഷമാണ് ഇപ്പോൾ കിഴക്ക് ഭാഗത്തും മഴ ശക്തമാകുന്നത്. റിയാദിലും കിഴക്കൻ പ്രവിശ്യകളിലെ പല സ്ഥലങ്ങളിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അൽമജ്മ, ഷക്ര തുടങ്ങി റിയാദിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മഴ ശക്തമാകുന്നത്. ദമാം, കോബാർ, ജുബൈൽ, ഹഫ്രൽ ബാത്തിൻ തുടങ്ങിയ കിഴക്കൻ പ്രവിശ്യകളിലും ഇന്നലെ രാത്രി മുതൽ റെഡ് അലർട്ട് നിലവിലുണ്ട്. അൽ ഖസീമിലെ വിവിധയിടങ്ങളിലും മഴയെത്തി. മക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിലും തെക്കൻ അതിർത്തി പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴയുണ്ട്. സൗദിയിൽ മഴയ്ക്കു പിന്നാലെ തണുപ്പും വർദ്ധിച്ചു. തുറൈഫിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 2 ഡിഗ്രിയാണ്. തബൂക്ക്, ഹായിൽ, സക്കാക്ക എന്നിവിടങ്ങളിലും തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.
കനത്ത മൂടൽമഞ്ഞിൽ മുങ്ങി കുവൈറ്റ് സിറ്റി. തണുപ്പ് കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം ശക്തമായ മൂടൽമഞ്ഞാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ ഉയർന്ന കെട്ടിടങ്ങളടക്കം മഞ്ഞുമൂടിയ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വൈറലാണ്. കുവൈത്തിൽ ശീതകാലം നവംബർ അവസാനം ആരംഭിച്ച് മാർച്ച് വരെയാണ് നീളുന്നത്. ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ രാത്രി താപനില 2 മുതൽ 8 ഡിഗ്രി വരെ താഴുകയും മരുഭൂമി പ്രദേശങ്ങളിൽ 0 ഡിഗ്രിയോട് അടുക്കുന്ന കുളിർ അനുഭവപ്പെടുകയും ചെയ്യും. ഒമാനിലെ താപനിലയിൽ ഗണ്യമായ കുറവ്. സുൽത്താനേറ്റിലെ മിക്ക ഭാഗങ്ങളിലും തണുത്ത കാലാവസ്ഥയാണ്. സൈക്കിളാണ് ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയത്. ഒമാൻ നല്ല തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പകലിനെ അപേക്ഷിച്ച് രാത്രിയിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നുമുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും താപനിലയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയതായി കാണാം. സൈക്കിളാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്, 3.1 ഡിഗ്രി സെൽഷ്യസ്. യാങ്കലിൽ 11.6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ അൽക്കബീൽ, നിസ്വ, ഇബ്ര എന്നിവിടങ്ങളിൽ 13 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ബിദിയ, ഹൈമ, മസ്യൂന, ഇബ്രി, ബഹല, മുക്ഷിൽ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലും ഏതാണ്ട് ഇതേ താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത്. CAA കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ അതിരാവിലെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിലും മരുഭൂമികളിലും ശൈത്യകാലത്ത് താപനില കുത്തനെ കുറയുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പർവ്വതാരോഹകരും ക്യാമ്പിങ്ങിന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നവരും. മീഡിയ 1, മസ്കത്ത്. ദുബൈയിൽ പാർക്കിംഗ് ബോർഡുകളിൽ വ്യാജ QR കോഡുകൾ സ്ഥാപിച്ച് തട്ടിപ്പ്. ഇത് ഉപയോഗിക്കുന്നത് വഴി പണം നഷ്ടമാകാനും ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പാർക്കിംഗ് ഫീസ് അടച്ചിട്ടും പിഴ വരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബോർഡിൽ വ്യാജ QR കോഡ് കാണുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ദുബൈയിലെ പാർക്കിങ്ങുകൾ നിയന്ത്രിക്കുന്ന പാർക്കിംഗ് കമ്പനി വ്യാജ QR കോഡുകളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോർഡുകളിൽ വ്യാജ QR കോഡുകളാണോ എന്ന് പരിശോധിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും പാർക്കിംഗ് അറിയിച്ചു. വീഡിയോയിലൂടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നവർക്ക് നന്ദി രേഖപ്പെടുത്തിയ കമ്പനി പാർക്കിംഗ് ഫീസുകൾ അടക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ വ്യാജ QR കോഡുകളിലൂടെ പണമിടപാട് ചെയ്യുന്നത് ഫോണിലെ വ്യക്തിവിവരങ്ങളും പണവും ഉൾപ്പെടെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇടപാടുകളിൽ ജാഗ്രത വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, ദുബായ്. സൗദിയിലെ കിഴക്കൻ അതിർത്തിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 3.5 ലക്ഷത്തിൽ കൂടുതലുള്ള ക്യാപ്റ്റഗൺ ഗുളികകൾ രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം സൗദി കസ്റ്റംസ് പരാജയപ്പെടുത്തി. സൗദിയും ജോർദനും അതിർത്തി പങ്കിടുന്ന അൽ ജൌഫിലെ അൽ ഹദീദ ചെക്ക് പോസ്റ്റിലൂടെ ട്രക്കുകളിൽ കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികകളാണ് പിടികൂടിയത്. അൽ ഹദീദ അതിർത്തി വഴി മയക്കുമരുന്ന് കടത്താനായിരുന്നു പദ്ധതി. 3.5 ലക്ഷത്തിലേറെ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞത്. ട്രക്കുകളുടെ ഉള്ളിൽ മാർബിൾ പാളികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഗുളികകൾ പിടിച്ചെടുത്തത്. സൗദി കസ്റ്റംസ് അതോറിറ്റിയും ആന്റി നാർക്കോട്ടിക് വിഭാഗവും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് സംഘത്തെ വലയിലാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരി കടത്ത് ശ്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയതായി കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം കുത്തനെ ഉയർന്നു. UAE ദിർഹത്തിന്റെ മൂല്യം 24 രൂപ 67 പൈസയായി. ആദ്യമായാണ് ദിർഹത്തിന്റെ മൂല്യം 24 രൂപ 60 പൈസ പിന്നിടുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യത്തകർച്ചയാണ് ഇന്ത്യൻ രൂപ നേരിടുന്നത്. ഡോളറുമായുള്ള വിനിമയ നിരക്ക് ഈ മാസം 3-ന് 90 രൂപ കടന്നെങ്കിലും പിന്നീട് നില മെച്ചപ്പെടുത്തി. ഈ മാസം 10 വരെ 90 രൂപയ്ക്ക് താഴെ പിടിച്ചു നിന്ന രൂപ പിന്നീട് കൂപ്പുകുത്തി. ഇന്ന് ഡോളറിന് 90 രൂപ 61 പൈസയായി മൂല്യം. ഇതനുസരിച്ച് എല്ലാ ഗൾഫ് കറൻസികളുടെയും വിനിമയ മൂല്യം കുത്തനെ ഉയർന്നു. UAE ദിർഹം 24 രൂപ 67 പൈസയിലെത്തിയപ്പോൾ സൗദി റിയാൽ 24 രൂപ 14 പൈസയിലെത്തി. ഖത്തർ റിയാൽ 24 രൂപ 85 പൈസയായി. ഒമാനി റിയാൽ 235 രൂപ 55 പൈസയിലേക്കും ബഹ്റൈൻ ദീനാർ 240 രൂപ 26 പൈസയിലേക്കും കുതിച്ചു. ഏറ്റവും മൂല്യമേറിയ കറൻസിയായ കുവൈറ്റി ദിനാർ 295 രൂപ 29 പൈസയിലേക്ക് ഉയർന്നു. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച അനിശ്ചിതത്വത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ വിദേശ നിക്ഷേപം പിൻവലിക്കുന്നതാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ രൂപയുടെ മൂല്യം അടുത്ത ദിവസം ഇനിയും ഇടിയുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1, ദുബായ്.
ദുബൈയിൽ റോഡിൽ തീ കൊളുത്തി പിറന്നാൾ ആഘോഷം നടത്തിയ യുവാവിനെതിരെ നടപടി. ദുബൈ പോലീസ് 60 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുത്തു. തന്റെ 26ാം പിറന്നാൾ കാറിനൊപ്പം റോഡിൽ തീ കൊണ്ടെഴുതിയാണ് യുവാവ് ആഘോഷിച്ചത്. പൊതുസ്ഥലത്ത് അപകടകരമായി തീ കൊളുത്തിയതിനാണ് നടപടി. 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റും ചുമത്തി. ആഘോഷം അതിര് കടക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. 13 രാഷ്ട്രങ്ങളിലെ 500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മീഡിയ വൺ സൂപ്പർ സ്മാഷ് റിയാദിൽ തുടരുന്നു. സൗദി ബാഡ്മിന്റൺ ഫെഡറേഷൻ ഹെഡ് കോച്ച് അമ്മാർ അവാദാണ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെ പുലർച്ചെ വരെ ഫൈനൽ മത്സരങ്ങൾ നീളും. സൗദി ബാഡ്മിന്റൺ ഹെഡ് കോച്ച് അമ്മാദ് അവാദായിരുന്നു മീഡിയ വൺ സൂപ്പർ സ്മാഷ് ഉദ്ഘാടകൻ. കേരള സ്റ്റേറ്റ് ടീം അംഗങ്ങളായ ഹാനിൻ റഹ്മാൻ, ഇമ്മാനുവൽ സാജി എന്നിവർക്കുള്ള എമർജിംഗ് പ്ലെയർ പുരസ്കാരവും സ്പോൺസർമാർക്കുള്ള മെമന്റോയും സൗദി ഹെഡ് കോച്ച് സമ്മാനിച്ചു. ചടങ്ങിൽ ടൂർണമെന്റ് ടെക്നിക്കൽ ഡയറക്ടർ മക്ബൂൽ മണലോടി, മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഷറഫ് കൊടിഞ്ഞി, മീഡിയ വൺ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലധികം കളിക്കാർ പങ്കെടുക്കുന്ന സൂപ്പർ സ്മാഷിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടെയായിരിക്കും. ഇവിടെ ഇതുപോലത്തുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മീഡിയ ഔട്ട് പോലുള്ള ഒരു ഇന്ത്യയിലെ നമ്പർ 1 മീഡിയ ചാനലായ മീഡിയ ഔട്ടിൻ്റെ കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ടെലിമണി എന്ന റെമിറ്റൻസ് സെന്ററിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഇതിന്റെ റെമിറ്റൻസ് പാർട്ണറായി പങ്കെടുക്കാൻ പറ്റിയതിലും മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരുപാട് ബാങ്കുകൾക്കിടയിൽ മികച്ച സർവീസ് നൽകുന്ന ഒരു സർവീസാണ് ടെലിമണിയുടെ സേവനം. റായിദ് പ്രോ കോർട്ടായിരിക്കും വേദി. 35 കാറ്റഗറികളിലാണ് മത്സരങ്ങൾ. This one is one of the most biggest tournament I've joined. The committee is very accommodating also. The place is very huge. It's very good tournament actually. The badminton community here is very large, not only for the Filipino. There are Malaysian, Indonesian, and now Saudi is also trying to play the badminton right now. I can see it. They have a huge impact with them, the badminton. റിയാദിലെ ടൂർണമെന്റിന് ശേഷം സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ സൂപ്പർ സ്മാഷ് തുടരും. മീഡിയ വൺ, റിയാദ്. മീഡിയ വൺ സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അർദ്ധരാത്രിയാണ് ഫൈനൽ മത്സരങ്ങൾ. വിവരങ്ങൾ നൽകാനായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, എങ്ങനെ വിലയിരുത്താം ഈ ടൂർണമെന്റിനെ? കഴിഞ്ഞ 2 ദിവസമായി റിയാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വൺ ഒരുക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആയിട്ടുള്ള സൂപ്പർ സ്മാഷിന് ഇന്ന് അവസാനമാവുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെ ആയിരിക്കും ഫൈനൽ മത്സരങ്ങളും സെമി ഫൈനൽ മത്സരങ്ങളുമെല്ലാം നടക്കുക. റിയാദിലെ തന്നെ ഏറ്റവും വലിയ ഇപ്പോൾ നിലവിൽ ഞാൻ നിൽക്കുന്നത് ആ കോർട്ടിലാണ്. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി. ഈ ഒരു കോർട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റിനാണ് നിലവിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കോർട്ട്. കാര്യം ഇത്ര അധികം കളിക്കാർ ഒരുമിച്ച് പങ്കെടുത്ത ഒരു ടൂർണമെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 13-ലധികം രാഷ്ട്രങ്ങൾ, വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ടൂർണമെൻറ്റ് കൂടിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് ഇന്നലെയായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ഘാടനം. അതിന് ടൂർണമെൻറ്റ് മേഖലയിൽ പ്രഗത്ഭരാണ് പങ്കെടുത്തിരുന്നത്. വിവിധ കാറ്റഗറികളിലായിട്ടാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. വനിത, പുരുഷ ഡബിൾസുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായി കുട്ടികൾക്കായി ജൂനിയർ വിഭാഗം മത്സരങ്ങളും ഒരുക്കിയിരുന്നു. എന്തായാലും ഇന്ന് ഈയൊരു 3 ദിവസത്തെ ടൂർണമെൻറ്റിൻ്റെ അവസാന വിജയിയെ അറിയാനും തിരഞ്ഞെടുക്കാനുമായി ഇന്ന് അർദ്ധരാത്രി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ. ഈയൊരു റിയാദിലെ റായിദ് പ്രോ കോർട്ടിൽ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്മാഷ് അവസാനിച്ചു കഴിഞ്ഞാൽ സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ സൂപ്പർ സ്മാഷ് തുടരും.
വിശാൽ ചെർപ്പളശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കുവൈത്തിലെ ജലീബ് അൽ ഷുയൂഖിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ഉത്തരവിട്ടു. അഭിഭാഷകൻ സൌദ് അൽ ബർഗാഷ് സമർപ്പിച്ച അടിയന്തര അപേക്ഷ പരിഗണിച്ച ശേഷമാണ് കേസ് തീർപ്പാക്കുന്നതുവരെ പൊളിക്കൽ നിർത്താൻ കോടതി നിർദ്ദേശം നൽകിയത്. മുനിസിപ്പൽ പരിശോധനയിൽ 67 കെട്ടിടങ്ങൾ ഗുരുതരമായ ജീർണാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു മാറ്റാൻ തുടങ്ങിയത്. മലയാളികൾ ഏറ്റവും കൂടുതലായി താമസിക്കുന്ന പ്രദേശമാണ് ജലീബ് അൽ ഷുയൂഖ്. വാഹനലോകത്തെ പഴയ രാജാക്കന്മാർ ഇനി റാസൽ ഖൈമയിൽ ടാക്സികളായി റോഡ് വാഴും. വിന്റേജ് ജീപ്പുകൾ ഉപയോഗിച്ച് ടാക്സി സർവീസിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് യുഎഇയിലെ റാസൽ ഖൈമ എമിറേറ്റ്. റാസൽ ഖൈമ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പഴയ വാഹന രാജാക്കന്മാരെ റോഡിലിറക്കി പുതുമ സൃഷ്ടിക്കുന്നത്. എന്നും വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ വിന്റേജ് ജീപ്പ് ടാക്സി സർവീസ് ലഭ്യമായിരിക്കും. അൽമർജാൻ ദ്വീപിലെ സ്ഥലങ്ങൾ, ദ്വീപിനെ അൽക്കവാസിംഗ് കോർണിഷുമായി ബന്ധിപ്പിക്കുന്ന കണക്ഷൻ റൂട്ട്, അൽക്കവാസിംഗ് കോർണിഷ് റൂട്ട് എന്നിവിടങ്ങളിലായിരിക്കും വിന്റേജ് ജീപ്പ് സർവീസ് നടത്തുക. റാസൽ ഖൈമയുടെ പ്രൗഢിയും പൈതൃകവുമൊക്കെ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് വിന്റേജ് ടാക്സികൾ വേറിട്ട അനുഭവമാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 റാസൽ ഖൈമ. കുവൈത്തിൽ അനധികൃത മാംസ വിൽപ്പന നടത്തിയ ഇറച്ചിക്കട അടച്ചുപൂട്ടി. തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തിയതും മാംസത്തിന്റെ ലേബലിൽ വ്യാജ വിവരങ്ങൾ നൽകുകയും ചെയ്ത കടയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം അടച്ചുപൂട്ടിയത്. വാണിജ്യ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ മാംസത്തിന്റെ ഉത്ഭവരാജ്യവും ഭാരവും തെറ്റായി രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി കട ഉടൻ അടച്ചുപൂട്ടിയതായും പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ മന്ത്രാലയം ശക്തമായ നടപടികൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസമായ യൂണിയൻ 25 കുവൈത്തിലെ മുഹമ്മദ് അൽ അഹമ്മദ് നാവിക താവളത്തിൽ സമാപിച്ചു. കുവൈത്ത് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അലി അൽ സലേം അസബാഹിന്റെ സാന്നിധ്യത്തിലായിരുന്നു സമാപന ചടങ്ങ്. GCC അംഗരാജ്യങ്ങളിലെ നാവികസേനകളും സെക്രട്ടേറിയറ്റ് ജനറലും അഭ്യാസത്തിൽ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ഏകീകൃത ഗൾഫ് പ്രതിരോധ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അഭ്യാസം നാവികസേനകളുടെ പ്രവർത്തനശേഷിയും തന്ത്രപരമായ ഏകോപനവും ഗണ്യമായി ഉയർത്തിയതായി ചീഫ് ഓഫ് സ്റ്റാഫ് വിലയിരുത്തി. രാജ്യത്തെ വാഹന നമ്പർ പ്ലേറ്റുകളിൽ സമൂലമായ മാറ്റം പ്രഖ്യാപിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഘട്ടം ഘട്ടമായാണ് മാറ്റം നടപ്പാക്കുക. സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ മാറ്റമുണ്ടാവുക. രാജ്യത്തെ എല്ലാ വാഹനങ്ങളിലും ആധുനിക സ്മാർട്ട് ട്രാഫിക് സംവിധാനത്തിനനുസൃതമായ അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. നമ്പർ പ്ലേറ്റുകളുടെ ദൃശ്യത മെച്ചപ്പെടുത്തുക, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വകാര്യ വാഹനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക. ഇതുപ്രകാരം നിലവിലുള്ള നമ്പർ പ്ലേറ്റിന് മുമ്പിൽ Q എന്ന അക്ഷരം ചേർക്കും. പിന്നീട് T, R എന്നീ അക്ഷരങ്ങളും ഘട്ടം ഘട്ടമായി ഉപയോഗിക്കും. ആദ്യഘട്ടത്തിൽ ഡിസംബർ 13 മുതൽ 16 വരെ സൂം ആപ്ലിക്കേഷൻ വഴി പ്രത്യേക നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കുന്ന വാഹനങ്ങൾക്ക് Q എന്ന അക്ഷരം അനുവദിക്കും. പുതിയ വാഹന ലൈസൻസിംഗ് സംവിധാനത്തിൽ ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് പുതുക്കിയ നമ്പർ പ്ലേറ്റ് നൽകുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ഇവക്ക് ലഭ്യമായ ക്രമത്തിൽ Q, T, R അക്ഷരങ്ങൾ അനുവദിക്കും. മൂന്നാം ഘട്ടത്തിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റുകൾ Q അക്ഷരം ചേർത്ത് പുതുക്കും. ഇതിൻ്റെ സമയക്രമം പിന്നീട് പ്രഖ്യാപിക്കും. സ്വകാര്യേതര വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റമാണ് അടുത്ത ഘട്ടത്തിൽ നടക്കുക. കേണൽ ഡോക്ടർ ജബർ ഹുമൂദ് ജബർ അൽ നഈമി, സ്റ്റാഫ് കേണൽ അലി ഹസൻ അൽ കാബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ജോർദൻ സെമിയിൽ. ക്വാർട്ടറിൽ ഇറാഖിനെയാണ് ജോർദൻ കീഴടക്കിയത്. അൾജീരിയയും UAEയും തമ്മിലുള്ള 4ാം ക്വാർട്ടർ പോരാട്ടം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. തത്സമയം അബ്ബാസ്, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരം? അമൃത, ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അൾജീരിയയും UAEയും തമ്മിലാണ്. ഈ മത്സരം കഴിയുന്നതോടുകൂടെ ഫിഫ അറബ് കപ്പിലെ ക്വാർട്ടറിലെ മത്സരങ്ങൾ അവസാനിക്കും. സെമി ചിത്രങ്ങൾ തെളിയുകയും ചെയ്യും. ഇന്ന് 5:30 എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇറാഖിനെ ജോർഡാൻ ഏക ഗോളിന് കീഴ്പ്പെടുത്തുകയുണ്ടായി. 41ാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റിയിലൂടെയാണ് ജോർഡാൻ ഗോൾ കണ്ടെത്തിയത്. ഇതോടുകൂടെ ജോർദാൻ സെമിയിലേക്ക് പ്രവേശിച്ചു.
പ്രവേശിച്ചു. ജോർഡാനും സൗദിയും തമ്മിലാണ് സെമി ഫൈനൽ മത്സരം. കഴിഞ്ഞ ദിവസം ഫലസ്തീനെ എക്സ്ട്രാ ടൈമിൽ 115-ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയാണ് 1-2 ഗോളിന് സൗദി സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇപ്പോൾ ജോർദാനും കൂടി സെമിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 5:30 നടന്ന മത്സരത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇതിൽ ഈ മത്സരം വളരെ പതിഞ്ഞ നിലയിലാണ് തുടങ്ങിയതെങ്കിലും പയ്യെ ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് വന്ന് ജോർഡാൻ മിഡ്ഫീൽഡ് കുറച്ചുകൂടി മേധാവിത്വമുള്ള മത്സരമായിരുന്നു ആദ്യ പകുതിയിൽ. എന്നാൽ 41-ാം മിനിറ്റിൽ വന്ന ഈ പെനാൽറ്റി കളിയുടെ ഗതി തന്നെ നിർണ്ണയിച്ചു കളഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ആക്രമണോത്സുകമായി ഇറാഖ് കളിച്ചെങ്കിൽ പോലും അവരുടെ പ്രതിരോധം ഭേദിക്കാനായില്ല. അങ്ങനെ ഏക ഗോളിന് ഇറാഖിനെ കീഴ്പ്പെടുത്തി ജോർദാൻ ഫിഫ അറബ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. അമൃത. ശരി, ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ശിക്ഷ കടുപ്പിച്ച് UAE. 18 വയസ്സിന് താഴെയുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 1 ലക്ഷം ദിർഹവുമായിരിക്കും കുറഞ്ഞ ശിക്ഷ. പ്രായപൂർത്തിയാകാത്തവർക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തടയാനും വേശ്യാവൃത്തി, പെൺവാണിഭം പോലുള്ള ക്രിമിനൽ നീക്കങ്ങൾക്ക് തടയിടാനും ലക്ഷ്യമിടുന്നതാണ് UAE നിയമത്തിലെ പുതിയ ഭേദഗതി. 16 വയസ്സിന് താഴെയുള്ളവർ ഉൾപ്പെടുന്ന ലൈംഗികാതിക്രമ കേസുകളിൽ ഉഭയകക്ഷി സമ്മതമെന്നത് പരിഗണിക്കാനേ പാടില്ലെന്ന് നിയമ ഭേദഗതി അനുശാസിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ളവർ ഉൾപ്പെടുന്ന ഇത്തരം കേസുകൾ ജുവനൈൽ നിയമപ്രകാരമാണ് കൈകാര്യം ചെയ്യുക. വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും ഇതിനായി വശീകരിക്കുന്നതും കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാക്കി. 2 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമാണ് ശിക്ഷ. ഇരകൾ കുട്ടികളാണെങ്കിൽ ശിക്ഷ കൂടുതൽ കടുക്കും. ഇത്തരം കേസുകളിൽ പ്രതികളുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞാലും പ്രോസിക്യൂഷന് അധിക നടപടിക്ക് കോടതിയോട് ആവശ്യപ്പെടാം. കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനും ഇലക്ട്രോണിക് നിരീക്ഷണം ഏർപ്പെടുത്താനും പുതിയ നിയമത്തിൽ വകുപ്പുകളുണ്ട്. മീഡിയ 1 ദുബായ്. പ്രമുഖ റെസ്റ്റോറന്റ് ബ്രാൻഡായ ടീ ടൈമിന്റെ നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തുന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ കരീമിന് സ്വീകരണം നൽകി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അബ്ദുൽ കരീം ഗ്രൂപ്പിന്റെ നേതൃപദവിയിൽ തിരിച്ചെത്തുന്നത്. ദോഹ സൽവാ റോഡിലെ പ്രീമിയം ബ്രാഞ്ചിലായിരുന്നു ടീ ടൈം ഫാമിലി ഒരുക്കിയ ആഘോഷപൂർവ്വമായ സ്വീകരണം. പാർട്ണർ ഡോക്ടർ മുഹമ്മദ് അൽ കഹ്താനി വിശിഷ്ടാതിഥിയായിരുന്നു. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. 2022 പ്രവർത്തനം ആരംഭിച്ച ടീ ടൈമിന് നിലവിൽ GCC, UK, ഇന്ത്യ രാഷ്ട്രങ്ങളിൽ 162 റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റുകളുണ്ട്. ഖത്തറിലായിരുന്നു സ്ഥാപനത്തിൻ്റെ തുടക്കം. നിലവിൽ രാജ്യത്ത് 60 ഔട്ട്ലെറ്റുണ്ട്. 5 പ്രീമിയം ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാപനത്തെ പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സ്വീകരണത്തിൽ അബ്ദുൽ കരീം പറഞ്ഞു. 2 പതിറ്റാണ്ടിലേറെയായി പ്രവാസി ചായപ്രേമികളുടെ ഹോട്ട്സ്പോട്ട് കൂടിയാണ് ടീ ടൈം. രാജ്യത്തെ കലാ, കായിക, സാംസ്കാരിക മേഖലയിലും ഗ്രൂപ്പ് സജീവമാണ്. മീഡിയ 1 ദോഹ. ഒമാനിൽ ICF ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. 51 കേന്ദ്രങ്ങളിലാണ് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുക. വോട്ടർ പട്ടികയിൽ പ്രവാസികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഫോം 6A വഴിയാണ് പ്രവാസികളുടെ വോട്ട് ചേർക്കുക. പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ തുടങ്ങി ആവശ്യമായ രേഖകളുമായി ഹെൽപ്പ് ഡെസ്കുകളെ സമീപിക്കാമെന്നും ICF ഭാരവാഹികൾ പറഞ്ഞു. മദ്രസകൾ, ഓഫീസുകൾ, മറ്റ് പൊതു ഇടങ്ങളിലുമായാണ് ഡെസ്കുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കുകൾ നേരിട്ട് തുറന്ന് അവരൊരു പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോയുമായി വന്നാൽ അവരെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു മഹാഭൂരിപക്ഷം പ്രവാസികൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാനുള്ള പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഈ റിയാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ICF തീരുമാനിച്ചത് ഒമാനിലുടനീളം എന്ന് പറയുമ്പോൾ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന ഖസർ, സലാല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 51 ഹെൽപ്പ് ഡെസ്കുകൾ ഒമാനിലുടനീളം സജ്ജീകരിക്കാൻ ICF തീരുമാനിച്ചിട്ടുള്ളത്. സുൽത്താന്റെ സായുധ സേനാ ദിനത്തോടനുബന്ധിച്ച് സൈനികർക്ക് അത്താഴ വിരുന്നൊരുക്കി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. അൽ ആലം കൊട്ടാരത്തിലാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, സുൽത്താന്റെ സായുധ സേനാ കമാൻഡർമാർ, മുതിർന്ന സൈനിക സിവിൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സൈനിക ബാൻഡും വെടിക്കെട്ടും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഒമാന്റെ തുടർച്ചയായ പുരോഗതിയെയും നവോത്ഥാനത്തെയും പിന്തുണയ്ക്കുന്നതിൽ സായുധ സേനയുടെ പങ്ക് വിളിച്ചോതുന്നതുകൂടിയായിരുന്നു ആഘോഷം.
സൗദിയിലെ ജിദ്ദയിൽ കലാലയം സാംസ്കാരിക വേദി സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 600ഓളം പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട്, കവിതാപാരായണം തുടങ്ങി വിവിധ മത്സരങ്ങൾ അരങ്ങേറും. ജിദ്ദ സിറ്റി സോണിലും നോർത്ത് സോണിലും ഡിസംബർ 26-നും ജനുവരി 2-നുമായി 2 ഘട്ടങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രവാസികളുടെ സർഗാത്മകതയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യോത്സവം. മലയാളികളുടെ സഞ്ചാരത്തോടൊപ്പം അവരുടെ സർഗാത്മകതയുടെ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷക്കാലമായി പ്രവാസി സാഹിത്യോത്സവ് പ്രവാസ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അത് 24 രാജ്യങ്ങളിലാണ് സാഹിത്യോത്സവം നടക്കുന്നത്. GCC കൺട്രികൾക്കപ്പുറം ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, ലേബർ ക്യാമ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ മത്സരങ്ങൾക്ക് അവസരമുണ്ട്. ജിദ്ദയിലെ ബവാദി, അനാക്കിഷ്, ഹിറ, മഹ്ജർ തുടങ്ങി 12 സെക്ടറുകളിൽ നിന്നായി മത്സരാർത്ഥികൾ പങ്കെടുക്കും. സോണൽ മത്സര വിജയികൾക്ക് മക്കയിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. മൊഹ്സിൻ സക്കാഫി, യാസർ അറഫാത്ത്, റഫീഖ് കുട്ടായി, മുഹമ്മദ് ഷംഷാദ്, അബൂബക്കർ സിദ്ദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നതിന് മുൻപേ ശമ്പളത്തിന്റെ പകുതി വരെ നാട്ടിലേക്ക് അയക്കാനുള്ള സൗകര്യമൊരുക്കി UAEയിലെ ലുലു എക്സ്ചേഞ്ച്. ഇതിനായി അബുദാബിയിലെ അബി മിഡിൽ ഈസ്റ്റുമായി ലുലു എക്സ്ചേഞ്ച് കരാർ ഒപ്പിട്ടു. ലുലു മണി സാലറി കാർഡ് കൈവശമുള്ള തൊഴിലാളികൾക്കാണ് ഈ സാലറി അഡ്വാൻസ് സൗകര്യം ലഭ്യമാവുക. അബിയുടെ ധനകാര്യ സാങ്കേതിക വിദ്യയും ലുലു എക്സ്ചേഞ്ചിന്റെ ധനവിനിമയ ശൃംഖലയും കൈകോർത്താണ് തൊഴിലാളികൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കുന്നതെന്ന് ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശൻ പറഞ്ഞു. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് 2ാം സെമി പോരാട്ടം. മലപ്പുറവും എറണാകുളവും തമ്മിലാണ് മത്സരം. മത്സരം നടക്കുന്ന ദോഹ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് 2ാം സെമി പോരാട്ടം നടക്കുകയാണ്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, എപ്പോഴാണ് പോരാട്ടം നടക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു കളി ആവേശം? അമൃത, ഈ 2ാമത്തെ സെമി പോരാട്ടത്തിൻ്റെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യ പകുതി അവസാനിച്ച് നിൽക്കുന്ന ഈ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ മലപ്പുറവും എറണാകുളവും ഒരു ഗോളും അടിക്കാതെ തുല്യ നിലയിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആയിരക്കണക്കിന് ആരാധകരാണ് നിലവിൽ ഈ ഫുട്ബോൾ കാണാൻ വേണ്ടി. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കിഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫുട്ബോൾ വികാരം കൂടിയാണ്. ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. സംഘാടകർ കൂടി നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ ഒരു ആവേശം? എങ്ങനെയുണ്ട് കളി? വളരെ ആവേശകരമാണ്. ഏതായാലും 2ാം പാദ കളി ഇതുവരെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഗോളടിക്കാതെ ഗോൾ രഹിത സമനിലയിലാണുള്ളത്. അതിന് അടുത്ത കളി പ്രതീക്ഷിക്കാം. സുഹൈൽക്ക, എങ്ങനെയുണ്ട് ഒരു അടുത്ത എൻ്റെ ആകുമ്പോഴത്തിന്? ഇതിപ്പോൾ ഒരു 1.5 മാസമായിട്ട് നടക്കുന്ന ഫുട്ബോൾ ആരവത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ചയാണ് നമ്മുടെ മെഗാ ഫൈനൽ അൽ-അഹ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. വലിയ ഒരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആരാണ് ഫൈനലിലെ 2ാമത്തെ ടീം എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി തൃശ്ശൂർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മലപ്പുറം വരുമോ എറണാകുളം വരുമോ? നല്ല ടൈറ്റായിട്ടുള്ള സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മത്സരമായിരിക്കും ഈ അടുത്ത 19-ാം തീയതി അൽ-അഹ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുള്ളത്, അന്ന് ഫുട്ബോൾ ഫൈനലിനോട് അനുബന്ധിച്ച് അക്കു അക്ബർ പോലെയുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന നല്ല ഒരു സംഗീത വിരുന്നും കൂടി അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് കലാപരിപാടികളൊക്കെ ഇന്ന് കളത്തിലുള്ള ഗ്രാൻഡ് മാൾ FC മലപ്പുറത്തിന്റെ ഓണർ കൂടിയുണ്ട് നമ്മൾ അഷഫ് അല്ലേ. ഞാനിത് ആര് ജയിക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കളി? അല്ല, ശരിക്കും 2 ടീമും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം തീർത്തും ഒരു ഗ്രാൻഡ് മാൾ FC ഒരു തുല്യ നിലയിൽ തന്നെ ഒരു ഹാഫ് ടൈമിൽ കളിച്ചിട്ടുണ്ട്. അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിൽ തന്നെയാണ് കളി പോകുന്നത്. മലപ്പുറം ജയിക്കുന്നതാണ് പ്രതീക്ഷ. അത് അശോക് മലപ്പുറം ജയിക്കും തന്നെ പറയണല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? അപ്പോൾ ഇത് ഉടമകളുടെയും അതുപോലെ സംഘാടകരുടേതൊക്കെയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു കളി? ഒരു വിലയിരുത്തൽ ആവശ്യമായ ടൈറ്റ് മത്സരമായിട്ടാണ് പോകുന്നത്. സമനില ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഗോൾ ചെയ്ത ഇതിലാണ് പോകുന്നത്. ഒരു ടീം ഓൾറെഡി എത്തിയിട്ടുണ്ട്. 2ാമത്തെ ടീമിന് ഇന്ന്
കണ്ടറിയാം. അല്ലേ? അപ്പോൾ ഫൈനലിൽ തൃശ്ശൂരിനെ എതിരേൽക്കാൻ ആരാണ് ഫൈനലിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടുപേർക്കും കളി വിലയിരുത്തുന്ന സമയത്ത് രണ്ടുപേർക്കും കൃത്യമായ സാധ്യതകളുണ്ട്. ആക്രമണ പ്രത്യാക്രമണങ്ങൾ രണ്ടുപേരും അവസരങ്ങൾ തുറന്നെടുക്കുന്നു. പക്ഷേ അതൊരു തരത്തിലും അതൊരു ഗോളായി കൺവെർട്ട് ചെയ്യാൻ അവർ രണ്ടുപേർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും കളിയുടെ മനോഹരമായ നിമിഷങ്ങൾ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട കളി ഹാഫ് ടൈമിൽ ആരെങ്കിലും ഗോൾ അടിക്കാൻ സാധ്യത ഉണ്ടോ? തുല്യശക്തി തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ആർക്കാണ് ഒരു ബെറ്റുള്ളത്? മലപ്പുറമായിരിക്കും. അപ്പോൾ മലപ്പുറത്തിൻ്റെ ആരാധകരുണ്ട്, അതേപോലെ തന്നെ യുണൈറ്റഡ് എറണാകുളത്തിൻ്റെ ആരാധകരുണ്ട്. കളി ഏതായാലും ഒരു 10 മിനിറ്റിന് ശേഷം കളി പുനരാരംഭിക്കും. അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ആരാണ് തൃശ്ശൂരിൻ്റെ എതിരാളികൾ എന്നറിയാൻ ഇനി 40 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അമൃത. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.